മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെ. Matthew chapter 13, 44 to 47. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അടുത്തത്, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ബൈബിൾ അങ്ങനെ അടച്ചു വെക്കേ. നിങ്ങൾ വായിച്ചാൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ബൈബിൾ നോക്കിയാൽ പഠിക്കാൻ ഒക്കത്തില്ല. ആരെങ്കിലും പഠിപ്പിച്ചെങ്കിൽ രാജുവിനോട് പറഞ്ഞതുപോലെ റെഫറിംഗ് ബുക്ക് എല്ലാം വേണം. അതിൻ്റെ ഒരു 14,000 ബുക്ക് മേടിയിരിപ്പോൾ നിങ്ങൾ പോയി റെഫർ ചെയ്യുന്നു. ഞാൻ തുറന്നിട്ടൊന്നിരിക്കല്ലേ, എന്താ നിങ്ങൾ പഠിക്കട്ടെ? അങ്ങനെ റെഫർ ചെയ്താലും ദൈവാത്മാവ് സഹായിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. Praise the Lord. No matter how many books that we go through, no matter what we study, no matter what PhD you take, unless the Lord reveals, and if you refer too many books, but if the Spirit of the Lord doesn't work upon the word, it's useless, it's worthless, it doesn't bring forth the yield. That's what God's word says. ഞാൻ 3 വർഷം ബൈബിൾ കോളേജ് പഠിച്ചു. റീഡിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മിനിമം 30 പേജാണ്. അസൈൻമെന്റ് മിനിമം 5 to 7 പേജാണ്. ഈ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എസൻസ് ആണ് എഴുതേണ്ടത്. ഭയങ്കര പാടാണ്. ഇതെല്ലാം എഴുതി ഞാൻ മാർക്ക് മേടിച്ചു, പക്ഷേ ഒന്നും പഠിക്കില്ല. Praise the Lord. We study in the Bible colleges. We study too much. We wrote assignments, spent hours together. But if you were to ask us, what did you learn then? We will not even be able to recall a single word. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. Praise the Lord. Unless we get the grace from God to teach from His word through the Spirit, nobody can ever go about bringing. You can teach, but you cannot bring about change in another person's life. യെശയ്യാവിന്റെ പുസ്തകം പുസ്തകത്തിലെ നമ്മുടെ ഷണ്ണൻ വായിച്ചു. പല പിടികിട്ടിയോ? ഒന്നും പിടികിട്ടില്ല. ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് അയച്ചിട്ട് എന്തോ വായിക്കില്ലേ? ഞാൻ യെശയ്യാവിന്റെ പുസ്തകം വായിക്കും. ഏതാ വായിച്ചു? ഇതാ വായിച്ചത്. എന്തോ അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. ഒരാൾ പൊരുൾ തിരിച്ചു തരിക ഇല്ലായ്മയിൽ എങ്ങനെ മനസ്സിലാക്കി? The Ethiopian minister, finance minister, he was going for the Passover festival, and once he was back, he was riding back on his chariot, and that's when he was reading from the prophetic book of Isaiah, and he could not understand a word. So that's when Spirit of the Lord took Philip from Samaria and brought him to this desert place where the Ethiopian minister was riding, going on his chariot on his horse. And he went and asked him, "Are you understanding what you're reading?" And the Ethiopian minister said, "Unless there is someone who is there to give me the interpretation of the word, how will I understand otherwise?" അതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കേണ്ടതിന് വരം ലഭിച്ചിരിക്കുന്നു. Praise the Lord. That's the reason Jesus Christ told his disciples that I have given you the boon, or I have given you the gift of going about and understanding the word of God, and in order that you go and spread the gospel. അപ്പം നമ്മൾ ഈ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ രാജ്യങ്ങൾ പറഞ്ഞ കാര്യം, നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മറക്കല്ല. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് പാസ്റ്റർമാർ റെഫർ ബുക്ക് നോക്കി വായിക്കുന്നത്, അതല്ല ചിന്തിക്കേണ്ടത്. നീ എന്താണ് ഈ കേൾക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. What we discuss in our house is what comes out later on. So you need to see whether it's bringing about any change in your life or not. So that's what matters. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. The kingdom of heaven is like unto the treasure hidden in a field. ഇവിടെ രണ്ട് കാര്യം. ഒരു മനുഷ്യൻ അത് കണ്ടു മറച്ചു. Praise the Lord. A man, he found it and he hid it. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. So this man was very joyous, he was very happy. He found this pearl, and what he did is he hid it, and then out of joy he goes about selling everything else that he had in order to buy this field that had the pearl in it. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. രണ്ട് കാര്യമുണ്ട്. The two things here. One, യാദൃച്ഛിക കണ്ടുമുട്ടി. this man unexpectedly he found
within a field a pearl. അവിചാരിതമായി It's unexpectedly. ഒരു നിധി കണ്ടെത്തി. He found a treasure. മറ്റേ മനുഷ്യൻ The other man, വിലയുള്ള വിലയേറിയ നിധിക്കായി മുത്തിനായി അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി അന്വേഷിച്ച് കണ്ടെത്തി. and then comes a merchant who, as part of his merchandise, he wants to sell those goods. As part of that, he went in search of goodly pearls. അപ്പോ നിധി എന്ന് പറയുന്നത് അവിചാരിതമായും അന്വേഷിക്കാതെയും കണ്ടെത്തിയതാണ്. So here you find that the pearls or the treasure, one unexpectedly, the other in search, in pursuit, he went and found. മുത്തെന്ന് പറയുന്നത് വളരെ അന്വേഷിച്ച് അതിന് ഫലമായി കണ്ടെത്തിയതാണ്. So when you say pearls, it's after much searching, after much, going and searching all around. That's when they found this pearls. ഇത് രണ്ടും വിലയേറിയ സംഗതിയാണ്. Both of this are very important. The treasure is important as well as എന്ന് പറഞ്ഞാൽ അനർഘമായതെന്ന് പറഞ്ഞാൽ വില മതിക്കുവാൻ കഴിയാത്ത അത്രത്തോളം വിലയുള്ളതാണ് നിധിയും ഈ മുത്തും. the pearl and the treasure are priceless. Meaning to say there is no price that you can give to that. ആദ്യം ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേൾക്കണം. This is the introduction. അപ്പൊ ഇത് രണ്ടും വില മതിക്കാൻ കഴിയാത്ത വിലയുള്ളതാണ്. It's priceless beyond a particular price that you can pay. ഒന്ന് യാദൃച്ഛികമായി കണ്ടു. One treasure was found, it was found unexpectedly. രണ്ട് അന്വേഷിച്ച് കണ്ടെത്തി. The other, when the merchant went and searched for it and found it. ഇത് പറയുമ്പോൾ When you say that these അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ള വലിയ വലിയ രാജാക്കന്മാർ പ്രമുഖന്മാർ ഉന്നത ശക്തി ഉന്നതമായ സമ്പന്നതയുള്ളവർക്ക് ഈ രത്നങ്ങളും കല്ലുകളും വലിയ കല്ലുകളൊക്കെ തിരക്കി പോകുന്ന അന്വേഷിച്ച് കണ്ടെത്തുന്ന കോടിക്കണക്കിന് വിലയുള്ള കല്ലുകളുണ്ട്. വൈരക്കല്ലുകൾ, നീലക്കല്ലുകൾ, നീലരത്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിനകത്ത് രണ്ട് പതക്കങ്ങളുണ്ട്. രണ്ട് വലിയ വിലയുള്ള രണ്ട് കല്ലുകളുള്ളത് ആസ്ട്രേലിയയിലുള്ള ഒരു ഖനിയിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യന് ലഭിച്ച ഒരു വിലയേറിയ കല്ലാണ്. അത് അവർ വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയി പണിയിപ്പിച്ച് വെച്ച രണ്ട് പതക്കങ്ങൾ ആ കിരീടത്തിനകത്തോണ്ട് ഇപ്പോൾ ആ ചാൾസിന്റെ തലയിൽ ഇരിപ്പുണ്ട്. Praise God. During the times of old, what they would do is, in order to find out these precious stones and all of this, they would go and search. Likewise, Queen Elizabeth on her crown too, she had two precious gems, and this was got from Australia, and it was found by a common man, an ordinary poor man. He found that and he gave it, and this was placed on her crown. ഈ കാര്യം ഞാനിവിടെ പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഈ പതക്കത്തെ കുറിച്ച്, കല്ലിനെ കുറിച്ച് Pastor mentioned about this story. Even I mentioned it once during the morning 5:30 prayer. I mentioned about the diamond. ആരെങ്കിലും ഓർമ്മയുണ്ടോ? How many of you remember? അതാണ് ഉണ്ടോ എന്നൊന്ന് പറയാം. എന്തുവായിരുന്നു? അതിപ്പോ ബുദ്ധിയോട് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ പറയണം. ആ വലിയ ഒരു കല്ലായിരുന്നു അത്. ഒരു കല്ലായിരുന്നു. ഒരു കല്ലായിരുന്നു. നല്ല വിലയുള്ള കല്ലായിരുന്നു. ആ പാവപ്പെട്ട ഒരു മനസ്സിലായില്ല കല്ല് ഇത്ര വിലയുള്ളതാണെന്ന്. പക്ഷെ ഇത് മനസ്സിലാക്കിയത് വില കൊടുത്ത് വാങ്ങി. എലിസബത്തിന്റെ കൊട്ടാരത്തിലേക്ക് അത് കൊണ്ടുപോയി. ആ കല്ലിന്റെ പ്രത്യേകത കല്ലിങ്ങോട്ടെടുക്കുകയും ഒരു വലിയ ഇതിനെക്കുറിച്ച് പണിയുന്ന ഒരു ശില്പി വിരുദ്ധനായ വളരെ കഴിവുള്ള വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം പരിശോധിച്ച ശേഷം ചുറ്റിക വെച്ച് ഒറ്റ അടി അടിച്ചു. അന്നേരം ആൾക്കാരെല്ലാം കണ്ടോണ്ട് ഇത്ര വിലയുള്ള കല്ലിൽ ഇച്ചിരി അടിച്ചോ എന്ന് ചിന്തിച്ചു. പക്ഷേ അയാൾ അതിനെ മനോഹരമായ രണ്ട് പതക്കങ്ങളാക്കി മാറ്റി. Praise Lord. Shared the story a couple of months or years ago that they found a precious stone and they gave it around to study and they asked people to go and work upon it. And this particular man, he took it and he took some time to study it. And with one stroke of his chisel, he hammered upon that stone. And it split into two. Many of them accused him of doing it, but ultimately they got to found that those were precious stones, and it was later on whatever had to be done upon it, it was done and given to the palace of the queen. നിങ്ങൾ മനസ്സിലാക്കിയത് എന്നെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തീയുടെ ശോധനയിൽ കൂടെ കടന്നുപോയിട്ട് ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ തകർത്ത് കളഞ്ഞത്?
Praise the Lord. Uncle, Pastor Uncle just now asked our uncle, what do you think about me? And he says, what I saw you earlier, you're different from that. And the words that you share from the Word of God is transforming our lives. So Pastor Uncle has got to say this. Years ago, in order to make him who he is today, he has gone through a process of suffering, hardships, perseverance, and in order to get this character that God wanted him to have. എന്നെ നിങ്ങളെയൊക്കെ തകർത്ത് ചുറ്റി വെച്ച വലിയ വിലയുള്ള ഒരു സാധനത്തിൽ അടിച്ചപ്പോൾ അത് മനോഹരമായ 2 പതക്കങ്ങളായി രാജ്ഞിയുടെ കിരീടത്തിൽ വന്നതുപോലെ നമ്മെ ഇതുപോലെ മനോഹരമാക്കാൻ Praise the Lord. Hallelujah. Praise the Lord. Everything that you go through in your life, all the hardship, the brokenness, all of the hurt, everything that you undergo in your life, understand it is to get out of you. That stroke that was given on the gem is to make it a precious gem, to make it 2 precious gems to adorn the crown of the queen. If so, you and I, everything that we're going through, the brokenness, the working of the hammer, the working of the chisel, the working of the sword, everything is there to make you a better person into the image of God's Son, Jesus Christ. Amen. The one that got the treasure understood one thing. This is very precious. മുത്തന്വേഷിച്ച് തന്നവൻ അത് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോഴും അവന് മനസ്സിലായി ഇത് വിലയേറിയ മുത്താണ്. The pearl, the man who went, the merchant who went and searched the pearl too, when he went and found the pearl, he understood the value of it. It was very precious. ഇതിനെ രണ്ടുപേരുടെ ഉള്ളിൽ ഇതിനെ സ്വന്തമാക്കണമെന്ന് ഒരു താല്പര്യമുണ്ടായി. And both within both of them, the one that went in pursuit and the one that also unexpectedly discovered the treasure, both of them wanted to take owners of this treasure. അവ സ്വന്തമാക്കുവാൻ അതിനനുസരിച്ചുള്ള ത്യാഗം ചെയ്തെങ്കിലേ വില കൊടുത്തെങ്കിലേ അത് ലഭിക്കൂ എന്നവർ മനസ്സിലാക്കി. They understood one thing: in order to receive what was most precious, it was not easily got. It was not easily that you just desired and you got it likewise. But for that you had to pay a price. You had to labor really hard. You had to sell something in order to get something. It was no easy way to get the treasure. ഇത് രാവിലെ മനസ്സിലാക്കണം. Understand today in the morning. വില കൊടുക്കാതെ ത്യാഗം ചെയ്യാതെ വിലയുള്ളതൊന്നും എനിക്കോ നിങ്ങൾക്കോ സ്വന്തമാക്കാൻ കഴിയും. Praise the Lord. Understand one thing very clearly, child of God. Without paying a price, without sacrificing certain things in our lives, it is not easy to get, which is most precious, not in the world, but from the heavenly master. If you have to get something precious, you need to pay a price, you need to sacrifice. മത്തായി 19:21 യേശുവിനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. എവിടെ നിക്ഷേപമുണ്ടാകും? Praise the Lord. God told the rich man, go and sell everything that you have because of nothing else. Not that riches are bad, but that became his master. That was taking the throne of his life. So Jesus told him, sell it, give to the poor, so that you will have treasures in heaven. സ്വർഗ്ഗത്തിൽ നിക്ഷേപമുണ്ട്. You will have treasures in heaven. ഇവിടെ പറയുന്നത് The word of God says, നിക്ഷേപമുണ്ടാകും. in heaven you will have the treasure. ഇവിടെ സ്വർഗത്തെക്കാൾ വലിയതായി വിലയുള്ളതായി മറ്റൊന്നിനെ എങ്കിലും നാം വിചാരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് പ്രയോജനമാകത്തില്ല. If apart from heaven you've got some other treasure within you, then it will be of no use to you. Maybe in this world it might be of use to you, but beyond your grave it's of no use to us. എന്നാൽ മറ്റൊന്നിനേക്കാൾ സ്വർഗത്തിന് വില കൊടുക്കുന്ന, സ്വർഗരാജ്യത്തിന് വില കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും നിക്ഷേപം സ്വർഗത്തിലുണ്ടാകും. Praise the Lord. A person who treasures or gives importance to the kingdom of God and what he can accumulate in the heavenlies,
such a person can be always rest assured there is a place where there are no termites, no rusting, no mites, no dust, nothing. There, everything what you do on this earth is saved there for you to spend or for you to enjoy through eternity. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിത്യജീവനെ സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ നമ്മൾ കൽപ്പനകൾ മാത്രം പ്രമാണിച്ചാൽ പോരാ, ത്യാഗം, പരിത്യാഗം, വില കൊടുത്തെങ്കിൽ മാത്രമേ ഈ രാജ്യം അവകാശമാക്കാൻ പറ്റുള്ളൂ. Praise Lord, not only reading to the word of the Lord and doing whatever you do on a regular basis as a child of God, but apart from that, the things that you need to forbid, the things that you need to sacrifice, the pain that you need to take in order to achieve that we need to do. Otherwise, we will not inherit. ആമേൻ. എന്താണ് ഈ വയൽ? What do you mean by the field? സഭയാണ് വയൽ. It shows the church of God. ആരാണ് ഈ കണ്ടത്? Who is the one that saw the treasure? സഭാപ്രവർത്തകനാണ് കണ്ടത്. It's the one that runs the church. Or who's been voting. What did he see? എന്താണ് കണ്ടത്? What did he see? നിധിയാണ് കണ്ടത്. He saw the treasure. എന്താണ് നിധി? What is the treasure? ക്രിസ്തുവിനെ കണ്ടു. Praise Lord, he saw Jesus Christ. വിലയുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ കണ്ടു. He saw the love which of the precious Lord and Savior Jesus. ക്രിസ്തുവിൽ കൂടെയുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളെ. He saw through Christ Jesus every spiritual inheritance that has been kept for you and me. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അപ്പൊ ഇന്നലെ വരെ ആയിരുന്ന ആചാരക്രമ അനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് എവിടെ കണ്ടു? സഭയാകുന്ന വയലിൽ കണ്ടു. Praise the Lord. Within the field which is the church of God was found this treasure. Apart from the traditional walk of life that you were in earlier, apart from that, what did you find in the church of God is this important treasure. ആമേൻ. സഭയാരാധന കണ്ടു. You found within the church of God the worship towards God the Holy. യഥാർത്ഥ ആരാധന കണ്ടു. You found what's a true worship and what is a defiled worship. യഥാർത്ഥ പരിജ്ഞാനം കണ്ടു. You got to know what the true godly knowledge and wisdom is. ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടു. You got to know what the agape love, the love of God is. ക്രിസ്തുവിനുള്ള അനുഗ്രഹങ്ങളെ കണ്ടു. You got to know what are the inheritance that God has kept for you through His Son Jesus Christ in the heavenlies. You got to know through this field, the church of God. ഈ അനുഗ്രഹം കണ്ട വ്യക്തി പറയാണ്, ആ നിധി കണ്ടിട്ട് അതിനെ മറച്ചു വെച്ചിട്ട് അത് വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം താൻ വിറ്റ് ഈ വിലയേറിയ നിധിയെ സ്വന്തമാക്കി. Praise the Lord. So what did this man do? He unexpectedly found such a great joy. He found such a great treasure. So what he did? He hid it. And then whatever he had to do, he wanted to buy it. So he went and sold everything, other things that he had in order to purchase. അവൻ ചുങ്കക്കാരും പാപികളും ഇത് കണ്ടെത്തി. The Pharisees and Sadducees and sinners, they found this. മന്ദലകാരത്തി മറിയ ഈ നിധി കണ്ടെത്തി. Praise God. Mary Magdalene, she found this treasure. സമരിയാസ്ത്രീ ഈ നിധി കണ്ടെത്തി. The Samaritan woman, she found this treasure. സക്കായി ഈ നിധി കണ്ടെത്തി. Zacchaeus found. പൗലോസ് അഥവാ ശൗൽ ഈ ശ്രേഷ്ഠ നിധി കണ്ടെത്തി. Praise Lord. Paul, Apostle Paul, formerly known as Saul, he went and found this treasure. അവരാരും ഓർക്കാതിരുന്ന സമയത്തും വിധത്തിലും ക്രിസ്തുവിനെയും അവന്റെ സ്നേഹനിധിയെയും അവർ കണ്ടെത്തി. Hallelujah. In times unexpected, they never ever thought that they're going to go in search of this great treasure, Christ Jesus. But unexpectedly, it just came their way. But they did not just miss upon it. They made sure that they go and purchase it. ഇവിടെ ഇരിക്കുന്ന പലരും യാദൃച്ഛികമായി ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ഈ നിധി കണ്ടെത്തുവാൻ അവസരം ലഭിച്ചവരാണ്. Praise God. You and I seated here, we never expected that we will be placed in this field or we will find treasure in this field, not only on this field, this church, but wherever you went and found the truth, the treasure, the salvation experience, wherever you went and you understood about Jesus Christ and everything that is stored in there. It's greater joy. 12 വർഷങ്ങൾക്ക് മുമ്പ് യാദൃച്ഛികമായി ഇവിടെ വന്ന് ഈ നിധി കണ്ടെത്തി
price behind it, and you should be willing to claim that. And for that, you need to pay a price. You need to sacrifice certain things in life. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ പറയാറുണ്ട്. Some of them say, ആമേൻ. സ്തോത്രം. ഞങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് എന്തോ കിട്ടി. many of them ask, what do we got after serving the Lord? ആമേൻ. എന്താ കിട്ടി? നീ എന്തോ എങ്ങനെയാ ദൈവത്തെ വിളിച്ച്? നീ എങ്ങനെയാ ദൈവത്തെ വിളിച്ച്? How did you call upon the Lord? അല്ല, ഒരു ദിവസവും നീ അവധിയെങ്കിലും എടുത്ത് ത്യാഗം ചെയ്ത് ദൈവസന്നിധി വരാൻ നിനക്ക് സമയം കിട്ടിയോ? Have we done anything for the things that He has done, for the treasure that He's kept for you? Have we been able to at least sacrifice an hour to come into His presence, into fellowship as instituted in the Word of God? Were we willing to pay a price? ഹലോ ബ്രദർ, അടുത്താഴ്ച നമ്മുടെ മീറ്റിംഗ് പാസ്റ്ററെ, മറ്റേ വിഷയങ്ങളൊന്നും വന്നില്ലെങ്കിൽ നോ പ്രോബ്ലം. വിഷയങ്ങളൊന്നും വന്നില്ലെങ്കിൽ പക്ഷേ ജോലി ഭയങ്കര പ്രഷറാണ്, എനിക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. നിനക്ക് നിധി വേണം, പ്രാർത്ഥിക്കാൻ സമയമില്ല. നിധിയിലുള്ളതെല്ലാം നന്മകളും നിനക്ക് വേണം, പ്രാർത്ഥിക്കാൻ സമയമില്ല. ആരാധനയ്ക്ക് വരാൻ സമയമില്ല. അല്പസമയം ഈ തിടുക്കമേറിയ ഈ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളിൽ നിനക്കൊരു അല്പസമയം വചനവാചനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ സമയമില്ലാത്ത നിന്നോട് ആത്മാവ് സംസാരിക്കുന്നത് ഈ നിധിയിൽ നിന്നുള്ള നന്മകൾ ലഭിക്കാൻ നിനക്ക് കഴിയത്തില്ല. Many times, men of God remind us, many times they call us and say, today there is prayer, today there's a fellowship meeting and you need to come. And we say, we don't have time, we've got deadlines to meet, we've got projects to complete, a lot of things are there, this is there, meeting is there, that one is there, this is there. Too many things that we've got excuse to give. But the treasure, if you have to enjoy from it, then understand, unless you make a sacrifice, unless you're willing to pay a price, it's not easily got like the things that you get in this world. പലരും ഈ നിധിയെ വില കൽപ്പിക്കാതെ കാലുകൊണ്ട് മെതിച്ചു കളയും. Praise the Lord. Many of them, they do not understand the treasure, the price that was paid behind this. And if you reject such a great, or if you refuse such a great salvation, how can you escape the judgment of God? Is God's word is so. They treat it lightly without knowing that there's a judgment coming. കാലുകൊണ്ട് മെതിച്ച കളഞ്ഞ, വിലയില്ലാതാക്കി കളഞ്ഞ ശീലവരെ ദൈവം സന്ദർശിച്ച് ഈ നിധിയെ അവരുടെ വിലയേറിയ നിക്ഷേപമാക്കി മാറ്റി. Praise the Lord. Some of them that actually trod upon, treaded upon, or they trampled upon such a great treasure that was given to them. As said in the Word of God, you will have to, for everything that you refuse. How can you reject such a great salvation? If you reject, then you will have to pay the price for it. You have to stand for the judgment throne of God. കഴിഞ്ഞ ദിവസം ഫാമിലി എന്നെ കാണാൻ വന്നു. Yesterday, family came to me കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് a week ago. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? And Pastor says, what are you doing now? ആമസോൺ എന്ന് പറയുന്ന കമ്പനിയിൽ ഉന്നതമായ പോസ്റ്റിൽ ഇരുന്ന വ്യക്തി ഒരു നിമിഷം ജോലി നഷ്ടപ്പെട്ടു പോയി. He was working for Amazon and he lost his job. ഈ മിനിക്ക് എവർക്ക് നല്ല ശമ്പളമായിരുന്നു കേട്ടോ, അറിയാം, നിങ്ങൾക്ക് നല്ല ശമ്പളം. പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ കമ്പനിക്ക് ഇത്രയും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. കേട്ടോടെ, കമ്പനി മാറുന്നവരും ഓഫീസ് മാറുന്നവരും കമ്പനി മാറാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓർത്തോണം, നിനക്ക് ചിലപ്പോൾ 3 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ അടിച്ചു തരാം, പക്ഷെ ഇത് പോയി കഴിഞ്ഞാൽ നിന്നെ എടുക്കാനൊരു കമ്പനിയില്ല. Praise the Lord. പക്ഷേ ഇവന് ജോലി നഷ്ടപ്പെട്ടപ്പോഴും ഒരു നിധി ഉണ്ടായിരുന്നു. Praise the Lord. Hallelujah. Stotram, stotram. 2010, I lost my job. I was retrenched because there was economic crisis. 2008 it started. It went on. And then they gave me a better offer to go to Delhi, but then I chose I don't want to do it. So that wouldn't happen to another local company. So I said, so never ever trust that I got a job and my pay salary is this high. I will remain. I'm contributing because I contributed every year to the company, and Anita is well aware of every year award I used to get. But then when the crisis came, company could not save me, nobody could save me. But since I was in this treasure, I held on to the one who is able to give me everything, and that's what is keeping us going even today. ഇപ്പൊ നല്ല സാലറി അല്ലേ, നല്ല പോസ്റ്റല്ലേ, ഇത് നഷ്ടപ്പെട്ടാൽ എന്ത്? Who will help you? Okay, then nowadays what you're giving for
not money, your time, your health-wise, your time is what you give to God. Then how can you say the God will help us? When we seek favor from another person, when we seek a favor from someone, they would see whether we obtain favor from them or not, right? Likewise, when you go to God one fine day when you're helpless, He will ask you, for all that I've done, what did you do to me? What did you give me back? With your time, with your health, with everything, what did you do? Now why are you coming to me? He would ask. Then what should you do? Isn't this something that you need to ponder over? നാട്ടിലുള്ള സ്വന്തം സ്ഥലമെല്ലാം കൂടെ വിറ്റാൽ ജീവിക്കാൻ പറ്റുമോ? കൊച്ചിന് വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റത്തില്ലല്ലേ? എന്തോ ചിന്തിക്കുന്നു. കാരണം ഇതിനൊക്കെ തിരിക്കുന്ന ഒരാളെങ്കിലും കാര്യം മനസ്സിലാക്കി വില കൊടുക്കാൻ തയ്യാറാകും മക്കളെ. സ്നേഹം കൊണ്ട് പറയുന്നു. Out of that love, understand, out of that responsibility, because God's word says that you are entrusted a flock that you need to tend to, and if you hide things from them, then you are accountable for them, is what the Bible says. So instead of pleasing man, it's always that we want to please him, because there is where we need to live through eternity. That's why the sharp rebuke. അങ്ങനല്ല പറഞ്ഞു കറക്റ്റ് അതേ ഭാഷ സൂത്രം അല്ലേലിയ. ഞാൻ ചിഹ്നങ്ങളെ തോട്ട്സ് വന്നെങ്കിൽ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണം. It's very important as young children. അത് നേരത്തെ ഞാൻ പറഞ്ഞു, നീ വിളിക്കും, നീ നിലവിളിക്കും, ഞാൻ ഉത്തരം പറയത്തില്ല. കാരണം ഞാൻ വിളിച്ചപ്പോൾ ഈ നിധി നീ വിലയേറിയെന്ന് കണ്ടപ്പോൾ അതിനെന്താണ് നേടുവാൻ, അതിൽ കൂടെ ഉള്ളത് നേടുവാൻ, ആ നിത്യജീവനെ നേടുവാൻ നീ എന്ത് വിലയാ കൊടുത്തേ? The word of the Lord says, I called to you, but you never answered me. And when you are in trouble, when you call to me, I too will not answer you. നിങ്ങൾക്ക് ഒരു രഹസ്യം ഞാൻ പറയട്ടെ, മാക്സിമം 5 years മാത്രമേ കാനഡയുടെ ഫൈനാൻസ് നിൽക്കത്തുള്ളൂ. The stability within Canada, we can all assure it's going to be, it will remain stable beyond 5 years. അമേരിക്ക എത്ര വില? 3 ട്രില്യൺ കടത്തിൽ അമേരിക്ക പോകുന്ന. America is in debt, UK is in debt, many of these nations are in debt. UK നിൽക്കുന്നത് ദോശക്കല്ലിനകത്ത് കിടക്കുന്ന ദോശമാവ് പോലെ. എപ്പം തിരിച്ചു അറിയുന്നില്ല. ഇതൊക്കെ ഈ ഫൈനാൻഷ്യൽ ഞാനിതൊക്കെ പഠിച്ചിട്ടായി സംസാരിക്കുന്നത് കേട്ടോ. അത് വില കൊടുക്കാത്തവരും ദൈവസന്ധി വരാത്തവരും ദൈവത്തെ ആശ്രയിക്കാത്തവരും ജോലിയിലും പണത്തിലും ആശ്രയിച്ച് നിൽക്കുന്നവരെ നീ ഓർത്തോണം. നിന്നെ കാണിക്കുന്ന ഒരു നിധിയുണ്ട്, നീ കണ്ടെത്തിയ ഒരു നിധിയുണ്ട്. ഇതിന് വില കൊടുക്കാതെ നീ പോയാൽ നീ കണ്ട നിധി നിന്നെ രക്ഷിക്കത്തില്ല. Praise God, child of God, listening to the word of the Lord today. If you seek after the other pastures, after the other treasures, the greener pastures which you say is better than this treasure, then understand when that green pasture of yours, when it's going to get totally dried up, when you turn back and look on the other shore, He will say, you didn't seek me earlier, so I'm not going to help you during your trouble time also. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഞാൻ തെറ്റിപ്പോയി, എനിക്ക് നിധി നേടാനുള്ള താല്പര്യം എനിക്കുള്ളത്? എത്ര പേർക്ക് പറയാൻ കഴിയും? How many can say, Lord, I need to get this more, this treasure, because I've earned in my life, Lord. I want to get the treasure from above, which is forever and ever, which will never diminish. It will be through eternity. I want that treasure, Lord. Uncle had a good company, he had his own business. Pastor knows Uncle for several years now. He had many mishaps, he had many accidents. Praise God. Uncle was telling the other day, I've got a rod in my hand, I'm not able to carry my little child also. പക്ഷെ കമ്പനി ക്ലോസ് ചെയ്തു. He closed the company, he had his own business. പക്ഷേ She found a treasure. ആ നിധി കണ്ടെത്തിന് വില കൊടുക്കുന്നതിന് ഒരുപാട് അടിയും കൊണ്ട് ഇടിയും കൊണ്ട് ഒടിയും കൊണ്ട് പിന്നെ ചവിട്ടി കൂട്ടിയെടുത്ത
Lord. Uncle's wife, she found Jesus Christ. She found the true treasure. And in order to retain the treasure, she had to get a lot of beatings and whackings. And literally, he gathered her and he kicked her out of the house also. പക്ഷേ നിധിയെ കെട്ടിപ്പിടിച്ച് അമ്മാമയെ നോക്കി. But auntie, what she did is she clinged on, or she held on to that treasure, and she said, I will never let go of this treasure. അച്ചുമുച്ചാന് മനസ്സിലായി, ഞാൻ പിടിച്ചതല്ല വിലയുള്ളൂ, ഇത്രയും വില കൊടുത്ത് നിൽക്കണമെങ്കിൽ ഇതിനെന്തോ പ്രത്യേകതയാണ്. So then uncle understood that if my wife has to pay such a great price, if she's willing to take all the beatings, all that I'm doing to her, she's willing to take, there's something behind this. There's a mystery behind that treasure or whatever that she's found. ഫിലിപ്പിയർ 3:8 വായിച്ചു. Philippians 3:8. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഹലോ, 7 തൊട്ടങ്ങ് വായിക്കേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അതിന് വേണ്ട വാക്യം ഞാൻ 5 തൊട്ട് നിങ്ങൾ നോക്കൂ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിത്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. എന്തിനു വേണ്ടി? അടുത്ത വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത്. Praise the Lord. When we see through the word of the Lord, Apostle Paul, he had so many things to boast about. He says, I am this, I am a learned man, I belong to the Pharisee, I am of the Roman citizen. He's got so many things to boast about, but he says, but I consider all of this waste because in Jesus Christ I have found the great riches. കഴിഞ്ഞ ദിവസത്തെ 7 ദിവസത്തെ പ്രാർത്ഥനയിൽ അവളും എഞ്ചിനീയറാണ്, ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതിനകത്ത് രാവിലെ സമയം ദൈവവചനം കേൾക്കാൻ ഇതിനകത്ത് കയറി എന്ന് കഴിഞ്ഞ 7 ദിവസം പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ഒരു ദിവസം ഷട്ടർ ഇട്ടിട്ട് ഇന്ന് എനിക്ക് ജോലി വേണ്ട, ഇന്ന് ഞാൻ ചർച്ചിൽ പോകാം എന്ന് പറഞ്ഞു വേല കൊടുക്കാൻ പറ്റിയോ? നിനക്ക് പറ്റിയോ? ഇവിടെ ഇരിക്കുന്ന പലരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ഒരു ദിവസത്തിന് അവധിയെങ്കിലും എടുത്ത് 1 മണിക്കൂറെങ്കിലും ദൈവ സന്നിധിയിൽ പോകാൻ സമയം കണ്ടെത്തിയവർ എത്ര പേരുണ്ട്? As an engineer, but still she found time. Though in her house not everybody is in favor of her and this faith, she was willing to sit in the presence of God in the morning, because when since the church is fasting prayer, because we're going to have the anniversary soon, how many of you have thought that this is my church, I need to pay a price, at least 1 hour I will go and sit in the presence of God and pray for my church, because the Lord brought us thus far, so I will go on and give a heart of thanksgiving to my God. How many of you that claim that I've been coming here for several years now, I've been part of this member of this church, how many of you are willing to even give 1 hour as a sacrifice to God? നീ നിധിയിൽ കണ്ടെത്തിയെങ്കിൽ വില കൊടുക്കാൻ പറയുന്നത് നിനക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ. Praise the Lord. When the man of God says you need to pay a price for this treasure, sacrifice, you need to do this and that, it's not for him or his family or for him to accumulate something, not at all. It's for you, and he's been given the trust to mold and to edify the church that has been entrusted in his care. That's his duty, and he's doing just that. വേറെ കാര്യമുണ്ട്. One more thing. ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മാക്സിമം എന്റെ ദൈവത്തിന്റെ വേല ചെയ്യുന്നതനുസരിച്ച് എന്നെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹവും സമനിമിത്തമാണ് കേട്ടോ. കർത്താവ് പറഞ്ഞനുസരിച്ചതുകൊണ്ട് ലഭിച്ചതാണ്. ഇന്ന് കാണുന്ന സകല നേട്ടങ്ങളും എന്റെ ദൈവത്തിൽ കൂടെ അത് ഒരു അനുഗ്രഹം എനിക്കില്ല. Praise the Lord. Nothing that we have is without his blessings. It's because of the obedience in him. Everything that is here is because of this treasure, because of this field, the church of God. Paul, why did your family, your wife and all of them, they say he had a wife, why did all of them leave you and go? Why? You were a learned father, you were a Pharisee, you studied under a great man Gamaliel.
Why did you do it? നിന്റെ ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം നീ നഷ്ടപ്പെടുത്തി, നിന്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തി. ആമേ സ്തോത്രം. നമ്മൾ സുഹൃത്തുക്കളെ നേടാൻ വേണ്ടി പ്രാർത്ഥന മുടക്കിയവരുണ്ട്. കഴിഞ്ഞ ഞാൻ കുറച്ച് മെസ്സേജ് അനീഷൻ കാണിച്ചു. സുഹൃത്തുക്കള് മനുഷ്യനെ കിങ്ഷനെ ഇങ്ങനെ പറയും. സൺഡേ മാത്രം ഇങ്ങനെ പോ, ഞാൻ പറഞ്ഞു പോക്കോ, ഞാൻ ഇങ്ങനെ കൈ പോക്കോ. പക്ഷേ നീ നിലവിളിക്കുന്ന ഒരു ദിവസം വരുന്നു, അവൻ കേൾക്കേണ്ട ഒരുവനുണ്ട്. അവൻ അന്ന് കേട്ടില്ലെങ്കിൽ. Praise God. Today you have friends, acquaintances, relations. All of this is there for you today because you got everything. One day, like we went through a situation where we had nothing. We were totally devastated. Nothing was there. Friends left us. Relations left us. Even people who were close to us, neighbors too, never even peeped into our house asking, how are you children? Nobody. That will come in your life. ഈ അടുത്ത വീട്ടിൽ അയാള് ഒരു വീട് വെച്ചു. Our neighbor, he built another house. എന്നെ ഡെഡിക്കേഷൻ വിളിച്ച് സാറ് പറഞ്ഞു, ഞാനിങ്ങ് മറന്നുപോയി. And he invited pastor up. Pastor couldn't go. ഒരു പോലീസ് ഓഫീസറെ കൊച്ചിന് പേരിടുന്ന എന്താ പരിപാടി എനിക്കറിയാം. ഞാൻ പറഞ്ഞു സുഖം. Police officer, he invited pastor for his child. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. But he said he never went. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പോയില്ല. അതിനേക്കാൾ വലുതൊന്നുണ്ട്. ഓണം ഫംഗ്ഷനേക്കാൾ വലുതുണ്ട്. പ്രോഗ്രാമിനേക്കാൾ വലുതുണ്ട്. Everything is good. Praise the Lord. But when you know that I need to spend some time in praise of God, when you know that you need to pay a price, you need to sacrifice certain things. Okay? If you don't do it, then never think you will get things easy. ഞാൻ നിങ്ങളെല്ലാം അറിയാവുന്ന സജിയോട് ചോദിക്കുന്നത് ഒരു ഓണപ്പരിപാടിയിലുണ്ട്. കൂടുതലും പോയാൽ മറ്റുള്ളവർ വശീകരിക്കുമ്പോഴും വിളിക്കുമ്പോഴും എല്ലാവരും ഓർത്തോണം കേട്ടോ. സ്വത്രം നിങ്ങളെക്കാൾ അധികം ഭയങ്കര ദേശത്ത് സമൂഹത്തിൽ ഭയങ്കര ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ പുസ്തകം വിട്ട് ഞാൻ കാര്യം ചെയ്തില്ല. When our friends, those that know us, our relatives, they call us for something which is not as per the word of God, then be very cautious. You need to stay away from. ഇതിനകത്തിരുന്ന് പലരും വേദനിക്കുന്നുണ്ട്. നേരത്തെ കുറച്ചുകൂടെ നേരത്തെ ഇതാഴമായി ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതുപോലെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി സമയങ്ങൾ നഷ്ടമായല്ലോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? Many of them are burdened in their hearts. They were advanced in age. They cannot do much, but they are burdened. That's what God loves. They're burdened, saying, Lord, the spiritual depravity in me. I am poor in the spirit, but Father Lord, at least now help me to find this treasure. That's what many of them are crying. ഞാൻ ഇതെല്ലാം വിട്ടത് എന്തിനാണെന്നറിയാമോ? ചവറ് വേണ്ടി എന്തിനാണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനെ എനിക്ക് നേടാൻ. Praise the Lord. Apostle Paul says, everything that was a credit to me, I consider as something as a loss because I need to gain Christ ഞാൻ ഈ Jesus. വാക്യം വായിച്ചിട്ട് നിർത്താൻ പോവാണ്. അത്രയും 9-ാം വാക്യം 10. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല ഞാൻ അന്വേഷിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനുണ്ട്. അവനിൽ എനിക്ക് ഇരിക്കണം. ഞാൻ എന്തിനാ കിട്ടത്? എനിക്ക് ആരോട്ടിരിക്കണം? ആരിലിരിക്കണം? ക്രിസ്തുവിലിരിക്കണം എനിക്ക്. Apostle Paul says every righteousness comes from fulfilling the matters pertaining to the law. I lay aside, and in order to get the righteousness comes from Jesus Christ, so that I may know His power and the power of His resurrection, and to have fellowship in His sufferings. Okay, being conformable into His death, I left all of this so that I may know Him. അത് മാത്രമാണോ? അടുത്തത് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും. പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് ആഗ്രഹമുണ്ട്. Praise the Lord. He says, I want to know the power of His resurrection as well.
എനിക്ക് ആഗ്രഹമുണ്ട്. I've got a desire. തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കാനുള്ളതാണ്. Praise the Lord. It's something not which is not to me. It's not only going to be confined with my Lord, but this power of resurrection, one day it's going to be applicable in my life too. ഇത് എനിക്ക് ലഭ്യമാണ്. It is available to me. അങ്ങക്ക് ലഭ്യമാണ്. It's available to every one of us. All നമുക്ക് of എല്ലാവർക്കും ഇത് us. ലഭ്യമാണ്. നമുക്ക് വേണ്ടി This is കാത്തിരിക്കണം. available. It's awaiting us. The power of resurrection at the trumpet call. യേശു ചോദിക്കുകയാണ്, യേശു ചോദിക്കുകയാണ്, And Jesus says, ask. എന്നോട് ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയും സമയമില്ല, ബിസി, ജോലി, ഭയങ്കര pressure, also strength, function, tension. The song goes, do you have some time to be with me? Jesusization. എല്ലാവരും മനസ്സിലാക്കി, ഞാൻ വർഷങ്ങളായി ജോലി ചെയ്തൊരു മനുഷ്യനാണ്. Pastors worked for several years. എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും എൻ്റെ ആരോഗ്യവും മുഴുവനും അവർ ചൂഷണം ചെയ്യാൻ ഓർത്തോണം. നമുക്ക് പകരം ഒരാൾ ഈ ശമ്പളം കുറഞ്ഞു വരുമ്പോൾ മതിയെന്ന് ചോദിച്ചാൽ കമ്പനിയിലാവാൻ നോക്കുന്നത് അല്ല, നമ്മുടെ നേട്ടമൊന്നും അല്ല നോക്കുന്നത്. സ്വന്തം മനസ്സിലാക്കിക്കോളും. പക്ഷേ ചൂഷണം ചെയ്യാത്ത ഒറ്റ നേതാവേ ഉള്ളൂ. Hallelujah. Praise the Lord. If you desire, Lord, I, wanting to know the power of the resurrection, I'm willing to leave everything and take upon myself the suffering and the pain that I need to take in order to receive the treasure from you. എത്ര പേർക്ക് ആഗ്രഹം? How many of you desire? നിങ്ങൾ ഇന്ന് എല്ലാ ഞായറാഴ്ചയും കൈകൊട്ടി പോകുന്നതല്ലാതെ തിങ്കളാഴ്ച തൊട്ട് ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സാന്തരം ഒന്നും കാണാൻ കൈയടിയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയിലില്ല, ത്യാഗം ചെയ്യുന്നില്ല, ഒരു ദിവസം വരുന്നില്ല, ഒരു മണിക്കൂർ വരുന്നില്ല. Sunday's message has got no implication. It's got nothing to do with us on a Monday, nothing to do with us on a Tuesday, on a Wednesday, Thursday, Friday, until the next Sunday. We just hear and we just go. ഇന്ന് രാവിലെ കേട്ട വചനത്തിന് മുമ്പിലെ എല്ലാവരും കൂടെ കൂട്ടത്തിൽ കാണുന്നില്ല ഒരു വ്യക്തി എങ്കിലും Is there anyone amongst us, സഹോദരന്മാരുടെ ചെറുപ്പക്കാരെ, the youth of the church? ആരെങ്കിലും പറയണം, Is there anyone there to say that ഈ I? വചനത്തിന് മുമ്പിൽ കേട്ട് ഗ്രഹിച്ച ആരുണ്ട്? How many of you understood the word? അവരെന്ന് എഴുന്നേറ്റിരിക്കാമോ? ഇന്നൊരു തീരുമാനം എടുക്കണം. But we need to take a decision today. ഈ ക്രിസ്തു, ഞാൻ നിങ്ങൾ എന്നെ നോക്കരുത്, സഭയെ നോക്കരുത്, ക്രിസ്തുവിനെ നോക്കണം, യേശുവിനെ നോക്കണം. യേശു Praise God. None of them in this world, no pastor, no pastor's wife, none of them in this world is your role model. Your role model is your Lord and Savior Jesus Christ. He is a yardstick against which you need to measure your faith life. എല്ലാത്തിനേക്കാളധികം യേശുവിനെ സ്നേഹിക്കണം. Praise God. More than anything else, you need to love your Lord. പരിശുദ്ധ പിതാവേ, എഴുന്നേറ്റ് നിൽക്കുന്നവരെ, ഇതിനകത്തിരിക്കുന്ന എൽഡേഴ്സ് പലരും ഈ തീരുമാനത്തിലിരിക്കുന്നവരാ. അവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ ഡിസിഷൻ അത് പൂർത്തീകരിക്കുവാനും അടുക്കുവാനും ദൈവത്തോടെടുക്കുവാനും കൂടുതൽ അറിയുവാനും അങ്ങനെയുള്ള നന്മകൾ അനുഭവിക്കുവാനും നമ്മുടെ മക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ തന്നെയാണ്.